ൊപ്പം CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ കെ പ്രകാശ് ബാബു ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ പ്രകാശ് ബാബു. മുകേഷ് MLA-ക്കെതിരെ ഇപ്പോൾ ആലുവ സ്വദേശിയുടെ പരാതിയിൽ ലൈംഗികാരോപണമാണ്. അത് പരാതിയായി മാറുന്നു. അതിൽ കേസെടുത്തിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലെ പദവിയിൽ ഒക്കെ മുകേഷ് തുടരേണ്ടതുണ്ടോ ശ്രീ പ്രകാശ് ബാബു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സമീപനത്തിനും നയത്തിനും എതിരായ നിലയിലാണ് ഇപ്പം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെ 376 കേസെടുത്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതെയും LDF-നും സ്വന്തം പാർട്ടിക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ, ഗവൺമെന്റിന് ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ മുകേഷ് ഒരു തീരുമാനമെടുക്കുകയാണ് വേണ്ടുന്നത്. അതിനെ അദ്ദേഹം താമസിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നു. അപ്പോഴും അദ്ദേഹം ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പാർട്ടി എന്നെ പിന്തുണച്ചില്ല, പാർട്ടിയുടെ പിന്തുണ വേണം, CPIM MLA ആയതുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാണക്കേടല്ലേ? കാരണം ഒരു ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലല്ലോ ഇത്. അല്ല, ഗവൺമെന്റിന്റെ ഭാഗമായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കേസെടുത്തത്. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലൊരു കേസെടുക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ. അതിനുള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ മുകേഷ് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം മാറി നിന്ന് കഴിഞ്ഞാൽ സർക്കാരിന് കുറച്ചുകൂടി ഒരു സുതാര്യമായി ഈ കേസിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ തന്നെ സർക്കാരിന് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണത്തിന്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് മുകേഷിന്റെ സാന്നിധ്യമാണ്. സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു MLA-യും ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന ആരോപണം ശക്തമായി തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നു, ആ പരാതിയിൽ കേസെടുക്കുന്നു. എന്നിട്ടും അദ്ദേഹം ആ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിൽ അവർ ബ്ലാക്ക് മെയിലിംഗുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ശരിയാണോ? നമ്മുടെ ഒരു MLA അല്ലേ? ഒരിക്കലും അത് ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഒരാളിന്റെ കാര്യത്തിൽ മാത്രമല്ല, 376 കേസെടുത്ത് ജാമ്യമില്ലാത്ത നിലയിലുള്ള ഒരു കേസെടുത്തതിന് ശേഷം, ജാമ്യമില്ലാത്തതിൻ്റെ അല്ല, 376 ആകുമ്പോൾ റേപ്പാണ്. അതിനുള്ള നിലയിൽ കേസെടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. പോലീസ് എടുത്ത കേസിൽ ആ നിലയിൽ ഒരു സമീപനം എടുക്കുമ്പോൾ അത് ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുക. നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA എന്നുള്ള നിലയിൽ അത്തരം ഒരു ക്രൈസിസ് ഉണ്ടാകുന്നതിന് വേണ്ടി ശ്രമിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. CPI MLA സ്ഥാനം ഒഴിയണം മുകേഷ് എന്ന സ്റ്റാൻഡ് എടുക്കുകയാണോ? അല്ല, ഞങ്ങളത് പാർട്ടി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പം പറയുന്നതെല്ലാം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടി ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ പാർട്ടിയുടെ ഒരു പൊതു അഭിപ്രായമായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വനിതാ നേതാക്കളടക്കം വന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കുറ്റക്കാരായവരെ സംരക്ഷിക്കരുത് എന്ന നിലപാടെടുക്കുന്നുണ്ട്. കുറ്റക്കാരനാണോ എന്ന് കോടതി കണ്ടെത്തട്ടെ, പക്ഷേ കുറ്റാരോപിതനാണ്. ഇപ്പം കുറ്റാരോപിതനാണ്. ഇക്കാര്യത്തിൽ തീരുമാനം മുകേഷിന് വിടുന്നു അല്ലേ സാർ? അതെ, മുകേഷ് അതിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഗവൺമെന്റിലും മുന്നണിയിലും ഉണ്ടാകാതെ നോക്കേണ്ടുന്നതാണ്. അതിനുള്ള ഇപ്പം രണ്ടാമത്തെ ടൈമിലെ MLA ആണ്. അതിനൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായി ആലോചിച്ച്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് ഈ ഒരു ക്രൈസിസ് തുടരുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു. അങ്ങ് പറഞ്ഞത് CPIയുടെയും നിലപാടായി വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ ഒരു ശരിയല്ല ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. അത് മുകേഷ് തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.